അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പലകയുടെ പീസ് 2 പലകയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മളെടുത്തത് 25 സെൻറ്റിമീറ്റർ നീളവും അതേപോലെ തന്നെ 20 സെൻറ്റിമീറ്റർ വീതിയും എടുത്തു. പിന്നെ നമ്മളെടുത്തത് ഇത് 20 സെൻറ്റിമീറ്റർ വീതി 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പീസും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 വിജാഗിരി വേണം. അപ്പോൾ സ്റ്റീലിൻ്റെ വിജാഗിരിയാണ് നമ്മളെടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് ആണികൾ വേണം. 1.5 ഇഞ്ച് നൈസ് ആണിയാണ് നമ്മളെടുത്തത്. പിന്നെ ഒരു നെട്ടും ബോൾട്ടും നമുക്ക് വേണം, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 വാഷർ അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റീൽ സ്ക്രൂ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വിജാഗിരി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതാ ഇതേപോലെ പട്ടികയിൽ നിന്ന് ഇതേപോലെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് നമ്മളെടുത്ത 2 പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 പീസ് വേണം. പിന്നെ നമ്മളിതാ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 20-25 സെൻറ്റിമീറ്റർ നീളത്തിലൊക്കെയാണ് നമ്മളിതിൻ്റെ നീളം എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് പിടിക്കാനൊക്കെ ഉള്ളൊരു കൈ പോലെ നമ്മൾ ഇതൊന്ന് ചെത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഈ 2 പലകകൾ ഇതേപോലെ ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വിജാഗിരി ഈ 2 സൈഡിലും ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 വിജാഗിരികൾ ഇതേപോലെ 2 സൈഡിലും വെച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വലിയ പലകയിലാണ് വിജാഗിരി ഫിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിന് മുകളിൽ ചെറിയ പലക വെച്ചിട്ട് നമുക്ക് സ്ക്രൂ കൊടുത്ത് അത് ഫിറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ പലകയുടെ പീസുകൾ അതായത് പ്ലെയിനർ അടിച്ചെടുത്തതാണ്. അപ്പോൾ പ്ലെയിനർ അടിക്കുക എന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് ഫിനിഷിങ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് മരമില്ലുകളിൽ നിന്നോ അല്ലെങ്കിൽ ഫർണിച്ചർ കടകളിൽ നിന്നൊക്കെ ഇതേപോലെ പ്ലെയിനർ അടിച്ച് കിട്ടും. അപ്പോൾ വലിയ പലകയിൽ 2 വിജാഗിരികൾ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെറിയ പലക അതിന് മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിലും ആ സ്ക്രൂകളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്തു. അപ്പോൾ അത് 2 സൈഡിലായിട്ട് 2 വിജാഗിരികളും നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ ഇത് തുറക്കാനും അടയ്ക്കാനും കഴിയും. ഇത് നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ 3 പീസുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പീസുകൾ ഇതേപോലെ നമ്മൾ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ നടുഭാഗത്ത് നമ്മളൊരു ഹോള് തയ്യാറാക്കണം. അപ്പോൾ അതിൻ്റെ നടുഭാഗത്ത് കറക്റ്റാണ് നമ്മൾ വെക്കുന്നത്. അതിനുശേഷം അതിൻ്റെ നടുഭാഗത്ത് നമുക്ക് ഹോള് തയ്യാറാക്കി. അപ്പോൾ അത് 3 പീസിന് നമ്മൾ ഹോള് തയ്യാറാക്കി. ഇനി നമുക്ക് ഇതേപോലെയുള്ള ഒരു 3 ഇഞ്ച് നെട്ടും ബോൾട്ടുമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഇതേപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വെച്ച് നോക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ നെട്ട് വായിച്ചതിന് ശേഷം നമുക്കിത് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ വലിയ പീസിൽ, അതായത് പലകയുടെ വലിയ പീസ് അടിഭാഗത്ത് വരുന്ന പീസിൽ നമ്മൾ ഇതേപോലെ അതിൻ്റെ നടുഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പീസുകൾ 3 പീസുകൾ ഇതേപോലെ ആ നടുഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് 2 സൈഡിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ആ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം 2 ചെറിയ പീസുകൾ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെറിയ പീസിന് നമ്മൾ സൈഡ് ഭാഗത്ത് നിന്നും അതേപോലെ തന്നെ അടിഭാഗത്ത് നിന്നും ഇതേപോലെ ഹോള് തയ്യാറാക്കിയ ശേഷം ആണി കൊടുത്തിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെയ്സ് ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന് ഹോള് തയ്യാറാക്കുന്നത്. അതിനുശേഷം 1.5 ഇഞ്ച് നെയ്സ് ആണി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 പീസിന് നമ്മൾ സൈഡ് ഭാഗത്ത് നിന്നും ആണി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ തിരിച്ചു വെച്ചതിന് ശേഷം അടിഭാഗത്ത് നിന്നും നമ്മൾ ആണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡ് ഭാഗത്തായിട്ട് ആ 2 ചെറിയ പീസുകളും നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ വലിയ പീസ്, അതായത് നമുക്ക് പിടിക്കാനുള്ള പീസ് നമ്മൾ ഇതേപോലെ അതിൻ്റെ നടുഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ നെട്ടും ബോൾട്ടും കൊടുത്തിട്ട് അത് ഫിറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ 2 സൈഡിൽ നമ്മൾ വാഷർ കൂടെ കൊടുക്കുന്നു.
ഇനി നമ്മൾ ഈ ചെറിയ പീസ് ഫിറ്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ ഫെവിക്വിക്ക് ഒന്ന് ഇതേപോലെ ഉറ്റിച്ച് ഒന്ന് അത് ബലപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മളത് ഫെവിക്വിക്ക് ഉള്ളത് കൊണ്ട് നമ്മളതൊന്ന് കൊടുക്കുന്നെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പ്രസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ചപ്പാത്തി പത്തിരിയൊക്കെ ഒന്ന് പരത്തി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 2 കവറുകൾ നമ്മൾ എടുക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് കവർ. അപ്പോൾ അടിയിലൊരു കവർ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പത്തിരിയാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. പത്തിരി നമ്മളിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഒരു കവർ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ അമർത്തി കൊടുത്താൽ അടിപൊളി പത്തിരിയായിട്ട് നമുക്ക് കിട്ടുക. എല്ലാ ഭാഗവും ഒരേ കനത്തിൽ നമുക്ക് പരന്ന് റെഡിയായി കിട്ടും പത്തിരി. അപ്പോൾ ഇത് നമുക്ക് വേണ്ട വലുപ്പത്തിലൊക്കെ നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ചെറിയ പത്തിരി മതിയെങ്കിൽ ചെറിയ ഉരുളകളാക്കിയെടുക്കുക. ഇതിലും വലുത് വേണമെങ്കിൽ നമുക്ക് വലിയ ഉരുളകളാക്കിയാൽ വലുതൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ പത്തിരി നമ്മൾ പരത്തി. ഇനി നമുക്കൊന്ന് ചപ്പാത്തി പൊടി, അതായത് ഒരു ചപ്പാത്തി നമുക്കൊന്ന് പരത്തി നോക്കാം. ചപ്പാത്തി ആകുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നമുക്ക് പൂരിക്കോ ചപ്പാത്തിക്കോ ഒക്കെ ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇത് നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇനിയും കട്ടി കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഇനിയും കട്ടി കുറച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കട്ടിയിലൊക്കെ നമുക്കിത് പരത്തിയെടുക്കാം. അതാ കൂടുതൽ പത്തിരി പരത്തണമെങ്കിൽ ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാം. പത്തിരി നമുക്കൊന്നുകൂടി പരത്തി നോക്കാം. വലിയ പത്തിരി ഏത് വലുപ്പത്തിൽ നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ പത്തിരി പ്രസ് അഥവാ ചപ്പാത്തി പ്രസ്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് മിനിറ്റുകൾക്കകം തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിന് നമുക്ക് അതൊന്നും ഉണ്ടാവില്ല. മരത്തിൻ്റെതാണ്, നമുക്ക് നല്ല വുഡിൻ്റെത് തന്നെയായിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കഴുകാനോ താനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം തുരുമ്പ് വരിക കാര്യങ്ങളൊന്നും വരാനില്ല വുഡായതുകൊണ്ട്. അപ്പോൾ അത് ആർക്കും വളരെ സിമ്പിളായിട്ട് നിർമ്മിച്ചെടുക്കാം. ഇനി അഥവാ നിർമ്മിച്ചെടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, അതായത് ഇത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കുക. അതിൽ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മളെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ചപ്പാത്തി പ്രസ്സും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.